ADGP MR അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്ന PV അൻവർ MLA 2016 ഫെബ്രുവരിയിൽ 33,80,000 രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 65 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു. 10 ദിവസത്തിനുള്ളിലാണ് ഈ ഇടപാട് നടന്നത്. ഈ ഫ്ളാറ്റ് വാങ്ങാനുള്ള പണം ലഭിച്ചത് സോളാർ കേസ് പ്രതികളിൽ നിന്നാണെന്നും PV അൻവർ പറഞ്ഞു. ഫെബ്രുവരി 19 വാങ്ങുന്നു, ഫെബ്രുവരി 29 വിൽക്കുന്നു. എത്രക്കെന്നറിയാം നിങ്ങൾ? 33,80,100 വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് 65 ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക്. ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജിലൻസ് അന്വേഷിക്കട്ടെ. ഈ 33,80,000 രൂപ 10 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, 65 ലക്ഷം രൂപയായി മാറുകയാണ്. അപ്പം എന്തായി? 65 ലക്ഷത്തിൽ നിന്ന് ഈ 33 ലക്ഷം കഴിച്ചാൽ 32 ലക്ഷം രൂപ അദ്ദേഹത്തിന് വൈറ്റായി. കള്ളപ്പണം വേറെ രീതിയിൽ വെളുപ്പിക്കുക, കൈക്കൂലി വാങ്ങി ഈ രീതിയിൽ ഫ്ലാറ്റുകൾ വാങ്ങുക, അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഈ സമൂഹത്തിനെ മുഴുവൻ പറ്റിച്ചിട്ട് അത് ഇരട്ടി വിലക്ക് വിൽക്കുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുക, ഒഫീഷ്യലി അങ്ങനെ ചെയ്യുക. എന്നിട്ട് 10-32 ലക്ഷം രൂപ. ഇങ്ങനെ എത്ര ഡീല്? ഈ 2016 ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് നിയമം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി അടക്കണം. എന്ന് പറഞ്ഞാൽ 8,14,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം, പ്ലസ് അതിൻ്റെ ഫീസും ഇരട്ടി അടക്കണം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പവർ, അധികാര ദുർവിനിയോഗം, കുറ്റകരമായ ജയിൽ ശിക്ഷ അടക്കം കിട്ടാവുന്ന കാര്യം അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ജംഷീർ കൊടിഞ്ഞിയും തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈലാബ്ദീനും RB സനൂപും ചേരും. ആദ്യം അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ തേടുകയാണ്. ജംഷീർ, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ അൻവറിന്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളും ഓരോ ബോംബുകളാണ്. ഇന്നിപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുകയാണ്. ഈ ആരോപണങ്ങളുടെ പട്ടികയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വരികയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് PV അൻവർ MLA ADGPക്കെതിരെ പറഞ്ഞത്? തീർച്ചയായിട്ടും രേഷ്മ, അൻവറിന്റെ ആരോപണങ്ങളിൽ മറ്റൊരു ബോംബ് കൂടിയായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കള്ളപ്പണം വെളുപ്പിച്ച് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഒരു ഫ്ളാറ്റ് വാങ്ങി, 2016 ഫെബ്രുവരി 19 അദ്ദേഹം ആ ഫ്ളാറ്റ് വാങ്ങുന്നത് 33,80,000 രൂപയ്ക്കാണ് ഫ്ളാറ്റ് വാങ്ങുന്നത്. അതായത് അതിന്റെ ഇരട്ടി വിലയുള്ള ഫ്ളാറ്റ് അദ്ദേഹത്തിന് 33,80,000 അദ്ദേഹം വാങ്ങുന്നു. പിന്നീട് 10 ദിവസം, വെറും 10 ദിവസത്തിന് ശേഷം അത് ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നു. അങ്ങനെ ആ മറിച്ചു വിറ്റ ലാഭ വിഹിതം എന്ന് പറയുന്നത് കള്ളപ്പണം ആണ്. കള്ളപ്പണം വെളുപ്പിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ ഫ്ളാറ്റ് വാങ്ങാനുള്ള പണം ലഭിച്ചത് സോളാർ കേസ് പ്രതികളിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ്. ആ പണം ഉപയോഗിച്ചാണ് ഈ ഫ്ളാറ്റ് വാങ്ങിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് വലിയ ടാക്സ് വെട്ടിപ്പ് അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രം ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപയുടെ സ്റ്റാമ്പ് വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ അല്പസമയത്തിനകം തന്നെ പരാതി നൽകുമെന്ന കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് അജിത് കുമാറിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ചില ആരോപണം കൂടി ഈ PV അൻവർ വെളിപ്പെടുത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ അജിത് കുമാറിന്റെ ചില വിദേശ യാത്രകൾ, സിംഗപ്പൂരിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദുബായിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ മാമി ഉണ്ടായിരുന്നു. മാത്രമല്ല, മാമിയും ഈ അജിത് കുമാറിന്റെ പണം മാമിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. മാമി മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് അജിത് കുമാർ മാമിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം വേണം എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ ഇന്ന് വീണ്ടും
PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം കലക്കുന്നതിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരം കലങ്ങിയതല്ല, അത് കൃത്യമായി കലക്കിയതാണ്. അതിന് പിന്നിലൊക്കെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും തന്നെ P ശശിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കുറച്ചു കാലമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് P ശശിയാണ്. അതിൽ P ശശി പരിപൂർണ പരാജയമാണ്. P ശശിക്ക് ചില അജണ്ടകളുണ്ട്, മറ്റാർക്കോ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയും പ്രവർത്തകരും തമ്മിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയെ അടുത്തേക്ക് പോകാനുള്ള ഒരു മറ അല്ലെങ്കിൽ അടുത്തേക്ക് കടത്തിവിടാതെ ശശി തടഞ്ഞു വെച്ചു. ശശി ഒരു മറയായി അവിടെ നിന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നിപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു. അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം തുറന്നുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് കേസ് വർദ്ധിപ്പിക്കുന്നത്, അതായത് ഇരട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ മലപ്പുറത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളമുണ്ട്. തൃശ്ശൂരിലടക്കം അത്തരത്തിലുള്ള സംഭവങ്ങൾ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ആ പോലീസിങ്ങിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചമർത്തി അല്ലെങ്കിൽ ഒതുക്കി നിർത്താനാണ് ആഭ്യന്തരം ശ്രമിക്കേണ്ടത്. പക്ഷേ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് കുറച്ചു കാലമായി P ശശിയാണ്. പക്ഷേ P ശശി അക്കാര്യത്തിൽ പരിപൂർണ പരാജയമാണ്. P ശശിക്ക് ചില അജണ്ടകളുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. രേഷ്മ.